മിഥുനിലേക്ക് പോകാം. എന്തായാലും അവിടെ നമുക്കറിയാം സിൽവർ ലൈൻ പദ്ധതി ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ്. അപ്പോൾ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച UDF സർക്കാർ ഉടൻ ഉത്തരവ് പുറത്തിറക്കണമെന്ന് ജനകീയ സമരസമിതി. സമരം നടത്തിയവർക്കെതിരെ ഇടതു സർക്കാർ ചുമത്തിയ കേസുകൾ പിൻവലിക്കണം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പുകൾ പാലിക്കണമെന്നും സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. നമ്മുടെ മിഥുൻ മുരളി ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ചേരുന്നുണ്ട്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. കുറേ മഞ്ഞക്കല്ലുകൾ അതൊക്കെ ഇപ്പോൾ അവിടെ എല്ലാം കുറ്റിയടിച്ച് കിടപ്പുണ്ട്, മഴക്കാലമാണ്. എന്തായാലും ഇപ്പോൾ സമരസമിതിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സിൽവർ ലൈനിന്റെ പേരിൽ ഒരുപാട് പേരെ പിണറായി സർക്കാർ വേട്ടയാടിയിട്ടുണ്ട്. VD സതീശൻ സർക്കാരിന്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? എന്തൊക്കെ ഉറപ്പുകളാണ് VD സതീശൻ സർക്കാർ ഈ സമരസമിതിയിലെ അംഗങ്ങൾക്ക് നൽകിയത്? മിഥുൻ. രാഗി, ഗുഡ് മോർണിംഗ്. സിൽവർ ലൈൻ വിരുദ്ധ സമരം ഇടത് സർക്കാരിനെതിരെ ഉയർന്ന ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്. സിൽവർ ലൈൻ വിരുദ്ധ സമരം ആ ഒരു ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായതോടുകൂടി സർക്കാരിന് ഈ തീരുമാനം മരവിപ്പിക്കേണ്ടി വന്നെങ്കിലും ഈ ഒരു പദ്ധതി ഇതുവരെയും പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. ആ ഉത്തരവ് പുറത്തിറക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ആ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ ആ സമരപ്പന്തലിലാണ്. ഈ സമരപ്പന്തൽ ഇവിടെ ഉയർന്നിട്ട് 1500 ദിവസങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഇവർ ആവശ്യപ്പെടുന്നത് ഈ സിൽവർ ലൈൻ വിരുദ്ധ ആ പദ്ധതി അത് പൂർണ്ണമായും പിൻവലിച്ച് രേഖാമൂലമുള്ള ഉത്തരവിറക്കണം. ഈ ഉത്തരവ് നിലവിൽ നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പദ്ധതി മേഖലയിൽ ഈ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ നേരിടുന്നുണ്ട്. അതിന് ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ UDF സർക്കാർ ഉടനടി തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പദ്ധതി പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കണം എന്നുള്ളതാണ് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ മാത്രമേ ഉള്ളൂ, ഉത്തരവ് പുറത്തിറക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ, അന്തിമമായി ഈ സമരത്തിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സമരസമിതി സ്വീകരിക്കുന്ന നിലപാട്. നിലവിൽ ഈ പ്രദേശത്തെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ സ്ഥലം വിൽപ്പന നടക്കുന്നില്ല, വായ്പകൾ അനുവദിക്കുന്നില്ല. നിരവധിയായിട്ടുള്ള ആളുകൾക്കെതിരെ, സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസുകൾ ഇടത് സർക്കാർ ചുമത്തിയിട്ടുണ്ട്. ഈ കേസുകൾ മൂലം ഇവിടെയുള്ള ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല, വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾ ഇപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം, കേസുകൾ പിൻവലിക്കണം. ഈ പദ്ധതി പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് UDF സർക്കാർ ഉത്തരവ് പുറത്തിറക്കണം എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ ആവശ്യം. ഇപ്പോൾ സമരസമിതി പ്രവർത്തകർ ഈ സമരപ്പന്തലിൽ എത്തി അവർ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമര പ്രക്ഷോഭങ്ങൾ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1500 ദിവസങ്ങളിലേക്ക് എത്തുകയാണ് ഇവരുടെ ഈ സമരപ്പന്തൽ ഇവിടെ ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ UDF സർക്കാരിന് മുന്നിൽ? ഈ കേരളത്തിലെ വികസനം എന്ന പേരിൽ കേരളത്തെ കീറി മുറിക്കാനായിട്ടുള്ള ഒരു വിനാശകരമായ ഒരു പദ്ധതിയായിരുന്നു ഈ സിൽവർ ലൈൻ കേരയിൽ പദ്ധതി. ഇത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മാടപ്പള്ളിയിൽ നിന്നാണ്. ഈ മാടപ്പള്ളി ഈ സമരസമിതി ഈ പദ്ധതി അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചിട്ട് ഇന്ന് 1490 ദിവസങ്ങളിലധികം പിന്നിടുകയാണ്. ഒരു കാരണവശാലും ഈ പദ്ധതി അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമരപ്പന്തലിലെത്തുകയും ഈ പദ്ധതി പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതാണ് സമരസമിതിയുടെ പ്രതീക്ഷ. ഈ പദ്ധതി പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത 100 കണക്കിന് 1000 കണക്കിന് യുവാക്കളായിട്ടുള്ള പലതരത്തിലുള്ള ആളുകൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിച്ചുകൊണ്ട് ഈ പദ്ധതി പിൻവലിക്കണം എന്നാണ് സമരസമിതി ആവശ്യം. അത് ഏറെ പ്രതീക്ഷയോടാണ് പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ സമരസമിതി കാണുന്നത്. ഉടൻ തന്നെ ഇത് പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കി ഈ കള്ളക്കേസുകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കള്ളക്കേസ് എടുത്തത് പിൻവലിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. VD സതീശൻ കോൺഗ്രസ് നേതാവായിരിക്കെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരപ്പന്തലിലെത്തിയതാണ്. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് അനുകൂലമാണ് എന്ന് പ്രഖ്യാപിക്കുകയുമൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരത്തിലേറുമ്പോൾ ഉടനടി അന്തിമമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു തീരുമാനമായി ഈ ഒരു കാര്യം കണക്കാക്കി നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ഞങ്ങൾ ഇന്നലെ സമരസമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് നിവേദനം കൊടുക്കുകയും അദ്ദേഹം ഇന്നത്തെ ക്യാബിനറ്റിൽ അത് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസുകൾ പിൻവലിക്കുവാനും സിൽവർ ലൈൻ പദ്ധതിയുടെ ഉത്തരവ് പിൻവലിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സമരപ്പന്തലിൽ എത്തി മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അദ്ദേഹം അധികാരത്തിലെത്തിയാലുടൻ ഈ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുകയും കള്ളക്കേസുകൾ പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. ആ വാക്ക് ഞങ്ങൾ
പൂർണ്ണമായി വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആശാ വർക്കർമാരുടെ സമരപന്തലിലെത്തി അദ്ദേഹം ആദ്യത്തെ ക്യാബിനറ്റിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് അദ്ദേഹം പാലിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പോഴും ഈ പ്രദേശത്തെ ആളുകൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. സ്ഥലം വിൽപ്പന നടക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, വായ്പ ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് പൂർണ്ണമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് സമരം പിൻവലിച്ച് ഇത് നോട്ടിഫിക്കേഷൻ ഇറക്കണം, പിൻവലിച്ച് ഉത്തരവ് ഇറക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമാവുള്ളൂ. ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ വീടുകളെല്ലാം സ്വന്തമായി തീരണം. എങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇവിടെ ഇതൊക്കെ ഉള്ളൂ, സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ കാര്യം. ഈ പ്രദേശത്തെ സ്ത്രീകൾ, അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ നാളുകളായിട്ട് 1500 ദിവസങ്ങളോളം വലിയൊരു പ്രക്ഷോഭം നടത്തേണ്ടി വരുന്ന സാഹചര്യമുള്ളത്. അവർക്കെല്ലാം പറയാനുള്ളത് ഇത് പിൻവലിക്കണം, പൂർണ്ണമായും ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട VD സതീശൻ സാറിന് നമസ്കാരം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്ക് പിൻവലിച്ച്, ഈ കേസുകളും പിൻവലിച്ച്, രേഖകളും പിൻവലിച്ച്, പത്രത്തിലും TV-യിലും ഞങ്ങൾക്ക് വാർത്ത കിട്ടണം. അതുകൊണ്ട് ഞങ്ങൾ ആ വാക്ക് പരിപൂർണമായിട്ട് വിശ്വസിച്ച് സന്തോഷിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെയും വീട് 2 വീട് പോവും. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് ഞങ്ങൾ പിൻവലിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു കല്യാണം വരത്തില്ല. അതുപോലെ ഒരു കാരണവശാലും ഒരു വീട് വിൽക്കാൻ ഒക്കുന്നില്ല. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇതിനായിട്ട് നടക്കാൻ തുടങ്ങുന്നത് വർഷങ്ങളായി. അതുകൊണ്ട് സതീശൻ സാറിനോട് ഞാൻ താഴ്മയോടെ പറയുന്നു, ഞങ്ങൾക്കിത് സാധിച്ചു തരണം. 1490 ദിവസം ഞങ്ങളുടെ ചങ്കിനുള്ളിൽ കനലെരിയായിരുന്നു. കാരണം ആ കനലിന് ഒരു ആശ്വാസം ലഭിച്ചത് ഇന്നലെ ഞങ്ങൾ പോയി VD സതീശൻ സാറിനെ കണ്ടുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ VD സതീശൻ സാർ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി തരുമെന്നുള്ള പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ സ്വപ്നമാണ്. ആ സ്വപ്നം ഞങ്ങൾക്ക് തിരികെ കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിനെതിരെ ശക്തമായിട്ടുള്ള സമരപ്രക്ഷോഭങ്ങൾ നടന്ന പ്രദേശമാണിത്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രക്ഷോഭങ്ങൾ ഈ കേരള സമരത്തിനെതിരെ, സിൽവർ ലൈനെതിരെ ഏറ്റവും ശക്തമായി തന്നെ നിലനിന്ന ഒരു പ്രദേശം എന്ന നിലയിൽ തന്നെയാണ് ഈ സമരങ്ങളുമായി UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ വീണ്ടും ഈ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നത്. UDF മന്ത്രിസഭ എടുക്കുന്ന അടുത്ത തീരുമാനം അത് അടിയന്തരമായി തന്നെ ഈ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നങ്ങൾക്ക്, ഇവർ ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് VD സതീശൻ കോൺഗ്രസ് നേതാവായിരിക്കെ, പ്രതിപക്ഷ നേതാവായിരിക്കെ ഈ സമരപന്തലിൽ എത്തി നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉടനടിയുള്ള തീരുമാനമാക്കി നടപ്പാക്കി ഈ പ്രശ്നത്തിനൊരു അടിയന്തര പരിഹാരം ഉടൻ കണ്ടെത്തണം എന്നുള്ളതാണ് നാട്ടുകാരെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. രാഗി, അത് തന്നെയാണ് മിഥുൻ. എന്തായാലും സമരസമിതിയുടെയൊക്കെ ആവശ്യങ്ങൾ അത് പരിഗണിക്കുമോ? അത് ജെനുവിനാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് അന്ന് ആ മഞ്ഞക്കുറ്റി ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അല്ലേ. എന്തായാലും സർക്കാർ വലിയ പിടിവാശിയിലായിരുന്നു. പിണറായി സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. പക്ഷെ അതെല്ലാം പിൻവലിക്കണം. അതാണ് അല്ലെ എനിക്ക് തോന്നുന്നത്. VD സതീശൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ നമ്മൾ ഈ സമയത്ത് സംസാരിക്കുകയായിരുന്നു, വലിയ രീതിയിലുള്ളൊരു PR വർക്ക്, പിണറായി വിജയൻ PR വർക്ക് അവിടുത്തെ സ്വന്തം ഫണ്ട് അല്ല, നമ്മുടെ ഫണ്ട് എടുത്താണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ VD സതീശൻ നല്ല രീതിയിൽ PR വർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നു. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇൻസ്റ്റഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്താൽ മനസ്സിലാകും. ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയിലായിരുന്നു. അപ്പോൾ എന്തായാലും പിണറായിയുടെ പാതയിലല്ല, താനൊരു ജനകീയനായ മുഖ്യമന്ത്രിയാണെന്ന് കാണിക്കാൻ വേണ്ടി VD സതീശൻ ചില നുറുക്ക് വിദ്യകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പല വിഷയങ്ങളിലും പിണറായി വിജയന്റെ അതേ പാതയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിഭിന്നമായി പോകുന്നു. ഏതായാലും അത്തരം PR വർക്കുകൾ നടക്കട്ടെ. പക്ഷേ ജെന്യുവനായിട്ട് ജനങ്ങൾ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുക, ആ ആഗ്രഹം. കാരണം അത്രത്തോളം പ്രതീക്ഷയിൽ അധികാരത്തിലേറ്റിയതാണ് UDF സർക്കാരിനെ. ഈ തുടക്ക ദിവസങ്ങളിൽ ഈ ഒരു PR വർക്കും മറ്റും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വകുപ്പ് വിഭജനം അടക്കം പാളി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്നെങ്കിലും ഒന്ന് മാറി ജനങ്ങളുടെ ജെനുവിനായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക. ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ അത് UDF നടത്തിയൊരു വാഗ്ദാനം കൂടിയാണ്. ഒപ്പം തന്നെ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സമരക്കാർക്കെതിരെ എടുത്ത കേസുകൾ നമുക്ക് നോക്കാം അവർ തെറിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക്. രാഗി, 2 പേർക്ക് അത്യാവശ്യമായി മറുപടി കൊടുക്കണം. അതായത് കുറെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നമുക്കൊന്ന് വയ്യാതായാൽ അവരുടെ കരുതലൊക്കെ അത്രയേറെയുണ്ട്. അതായത് എൻ്റെ വീട്ടിൽ പോലും രാവിലെ ചോദിച്ചില്ല പനിയൊക്കെ മാറിയെന്ന്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, അശ്വതി പനിയൊക്കെ മാറുന്നു. അതിനിടയ്ക്ക് തന്നെ
ചില ഞാനതൊരു രസകരമായ കമൻറ്റുകളായി മാത്രമേ കാണുന്നുള്ളൂ. അതായത് ഇനി പറയുന്നത് ഒരു ചേട്ടൻ ചോദിക്കുന്നുണ്ട്, മറ്റ് ചാനലുകളെ അനുകരിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ കപ്പും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ, മറ്റ് ചാനലുകൾ വായിക്കുന്ന അതേ വാർത്തകൾ തന്നെയല്ലേ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ കപ്പ്, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് രാവിലെ ചായയൊക്കെ കുടിച്ച് വേണം 2 മണിക്കൂറൂടെ നിൽക്കാൻ. അവർക്കും ചായ കുടിക്കണം, നമുക്കും ചായ കുടിക്കണം. അപ്പോൾ ജനം TV എന്ന് പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ്? വേറൊരു ചേട്ടൻ ചോദിക്കുന്നു കേട്ടോ, അത് എന്നെ ഒന്ന് കുത്തി ചോദിക്കുകയാണ്, മറ്റേ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് വന്നപ്പോൾ സ്ത്രീധനമായി കൊണ്ടുവന്നതാണോ ഈ ശീലങ്ങളെന്നൊക്കെ. അപ്പോൾ അതിനുള്ള മറുപടി ചേട്ടൻ സ്വയം തന്നെ ചിന്തിച്ച് നോക്കൂ. ഗൗരവം എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ നിലപാടുകളും ഞങ്ങളുടെ നിലപാടുകളും ഒപ്പം എൻ്റെതായ ശൈലിയും തുടരും. അതിലൊരു മാറ്റമില്ല.